വീഡിയോയുടെ ടൈറ്റിലും തംബ്നെയിലും കണ്ടിട്ട് വീഡിയോ എന്താണെന്ന് എക്സാക്ട്ലി മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ എല്ലാവരും വീഡിയോയിലേക്ക് വന്നിരിക്കുന്നത്. എന്നാലും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് എനിക്ക് ഒരു ക്ഷമ പറയണമെന്നുണ്ട്. അതായത് കഴിഞ്ഞ സാറ്റർഡേയും ട്യൂസ്ഡേയും വീഡിയോസ് മിസ്സായി പോയി. ഞാൻ വളരെ എക്സ്റ്റെൻസീവ് ആയിട്ട് ട്രാവൽ ചെയ്തത് കൊണ്ടാണ് സംഭവിച്ചു പോയത്. അതിനെനിക്കൊരു ക്ഷമ പറയണമെന്നുണ്ട്. എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം, ഞാൻ കഴിഞ്ഞ ഒരു 1-1.5 ആഴ്ചയായിട്ട് കണ്ടിന്യൂസ്ലി നോർത്ത് ഇന്ത്യയിൽ പല സിറ്റീസിൽ ആയിരുന്നു. ഇൻഫാക്ട് ഈ ഒരു വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പ്രോബബ്ലി ഞാൻ ഓൾറെഡി ദുബായിൽ എത്തിയിട്ടും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ കുറച്ചധികം ട്രാവൽ ആയതുകൊണ്ടാണ് ഇടയ്ക്ക് കുറച്ച് വീഡിയോസ് മിസ്സായി പോയത്. അതിനിടയിലാണ് ഈ ഒരു അപ്ഡേറ്റ് സംഭവിച്ചത്. ഞാൻ ആക്ച്വലി ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാട്ടിലില്ലാത്ത സമയത്താണ് പ്രൊഡക്റ്റ് വീട്ടിലെത്തിയത്. അതിനും വളരെ മുൻപാണ് ആക്ച്വലി ഓർഡർ ചെയ്തത്. എനിക്ക് ചാനൽ 50,000 സബ്സ്ക്രൈബേഴ്സ് ഹിറ്റായ ആ ഒരു സമയത്താണ് ഞാൻ വിചാരിച്ചത്. ഇൻഫാക്ട് യൂട്യൂബ് ഏർണിംഗ്സും അത്രമാത്രം അപ്പോഴേക്ക് തന്നെ ആയിരുന്നു. ഈസിലി എനിക്ക് ഈ ഒരു റേഞ്ചിലുള്ള ക്യാമറ അഫോർഡ് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വൈ നോട്ട് ഇനി ഒരു ക്യാമറയിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. അപ്പോൾ ഈ ക്യാമറയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. Canon EOS 200D എന്നൊരു ക്യാമറയാണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഫോട്ടോഗ്രാഫി മൂവി മേക്കിംഗ് ക്ലബ്ബിലൊക്കെ കുറച്ച് ആക്റ്റീവ് ആയിരുന്നത് കൊണ്ട് ഒരു DSLR ബേസിക്കലി ഓപ്പറേറ്റ് ചെയ്യണമെന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള കുറച്ച് നോളജ് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ബേസിക്കലി ഓപ്പറേറ്റ് ചെയ്യാൻ ഇപ്പോൾ പറ്റുന്നുണ്ട്. ഇനിയും കുറെ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. DSLR വാങ്ങണമെന്ന് വിചാരിച്ചപ്പോൾ ഏത് വാങ്ങണമെന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ ആരും ചെയ്യുന്നത് പോലെ ഞാനും ഗൂഗിൾ ചെയ്തു, യൂട്യൂബ് ചെയ്തു. യൂട്യൂബിൽ കുറെ അധികം വീഡിയോസ് കണ്ടു. അപ്പോൾ കൂടുതൽ ആൾക്കാരും പറഞ്ഞിരിക്കുന്നത് ഈ ഒരു Canon EOS 200D എന്നുള്ളത് വീഡിയോ മേക്കിങ്ങിന് വളരെ നല്ല ക്യാമറയാണ് എന്നുള്ളതാണ്. ഞാൻ ചെറിയ ടെസ്റ്റ് ഷോട്ട്സ് ഒക്കെ എടുത്ത് നോക്കി കാണാനുമുണ്ട്. ഇറ്റ്സ് ആക്ച്വലി പ്രിറ്റി ഗുഡ്. പിന്നീട് ഇതിന്റെ ബഡ്ജറ്റും ആക്ച്വലി എന്റെ യൂട്യൂബ് ഏർണിംഗ്സിലൊക്കെ ഈസിലി എനിക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ബഡ്ജറ്റിലുള്ള ക്യാമറയും ആയതുകൊണ്ട് പിന്നീടൊന്നും ആലോചിച്ചില്ല, തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചു. ഇയാൾക്കൊരു ക്യാമറ വാങ്ങിച്ചിട്ട് അത് ഉപയോഗിച്ചാൽ പോലെ അതിന് യൂട്യൂബ് മണിയിൽ നിന്നാണ് വാങ്ങിച്ചതെന്നും ഇതുപോലെയുള്ള ഷോ ഓഫ് തള്ളു വീഡിയോസ് ചെയ്യേണ്ട ആവശ്യം എന്താണ് എന്ന് ചിന്തിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു മോട്ടിവേഷൻ വീഡിയോ ആണ് എന്നുള്ളതാണ്. അതായത് യാതൊരു എക്യുപ്മെന്റ് ഇല്ലാതെ ഒരു ചാനൽ തുടങ്ങാമെന്നും അതിൽ നിന്ന് ഏർണിംഗ്സ് ഉണ്ടാക്കാമെന്നും ആ ഏർണിംഗ്സിൽ നിന്ന് വളരെ ചെറിയ സമയത്തിനുള്ളിൽ തന്നെ ഇതുപോലെയുള്ള എക്സ്പെൻസീവ് ഗാഡ്ജറ്റ്സ് വാങ്ങുന്നത് ആക്ച്വലി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തെളിയിക്കാൻ കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. യൂട്യൂബ് ചെയ്യുന്നവരാണെങ്കിൽ പ്രത്യേകിച്ചും ശ്രദ്ധിച്ച് കാണുക. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. The name is sharique.samsudheen. Welcome to another video. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഞാനിപ്പോൾ DSLR വാങ്ങിച്ചതിന് ശേഷം ഉണ്ടായ ക്വാളിറ്റി ഡിഫറൻസ് എന്താണ് എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഇപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് ഞാൻ തുടക്കം മുതൽ ഇതുവരെ റെക്കോർഡ് ചെയ്ത സെയിം സെറ്റപ്പിലാണ്. എന്റെ മൊബൈലിന്റെ ഫ്രണ്ട് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി DSLRലേക്ക് മാറുമ്പോൾ എന്തൊക്കെ ഡിഫറൻസ് ഉണ്ട് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കി നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ക്ലിപ്പ് ആക്ച്വലി നമ്മുടെ പുതിയ DSLRൽ ഷൂട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നേരത്തെ അതിന്റെ ഫോണിന്റെ ക്വാളിറ്റിയും DSLRന്റെ ഈ ക്വാളിറ്റിയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ക്വാളിറ്റി കുറച്ച് ബെറ്റർ ആയിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ദയവായി കമന്റ് ചെയ്ത് അറിയിക്കുക. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എന്റെ ചാനൽ കാണുന്ന കുറേ അധികം ആൾക്കാർക്കും ഒരു സ്വന്തമായിട്ടൊരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. യൂട്യൂബിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതും അല്ലെങ്കിൽ ജനറലി ഓൺട്രപ്രണർഷിപ്പിനോട് താല്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ആക്ച്വലി പറയാൻ ഉദ്ദേശിക്കുന്നത് 3 മോട്ടിവേഷൻ അല്ലെങ്കിൽ ടിപ്സ് എന്നൊക്കെ പറയാൻ പറ്റും. അതായത് യൂട്യൂബ് തുടങ്ങാൻ, യൂട്യൂബിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ആക്ച്വലി കുറച്ച് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്ന കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ യൂട്യൂബ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ കുറേ അധികം ആൾക്കാരും ഏത് എക്യുപ്മെന്റ് വാങ്ങും, എന്തൊക്കെ ഗിയേഴ്സ് ഞാൻ യൂസ് ചെയ്യണം എന്നുള്ള ഡൗട്ട് പലരിലും ഉള്ളത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. കുറേ പേര് എൻ്റെ അടുത്തും ചോദിച്ചിട്ടുണ്ട്, ഏത് ക്യാമറയാണ് ഞങ്ങൾ വാങ്ങേണ്ടത്, അല്ലെങ്കിൽ ഏത് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് പഠിക്കേണ്ടത്, അങ്ങനെ ഇത്ര കാശാണ് എൻ്റെ കയ്യിലുള്ളത്, ഇതുകൊണ്ട് എനിക്ക് നല്ലൊരു യൂട്യൂബ് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ചോദിച്ചു കേട്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് എനിക്ക് ഇവിടെ ഒരു ഒരു ലൈവ് എക്സാമ്പിൾ ആണ് എനിക്ക് തരേണ്ടത്. അതായത് ഗിയറും എക്യുപ്മെന്റും ഒക്കെ ഉള്ളത് നല്ലത് തന്നെയാണ്, തീർച്ചയായും നല്ലത് തന്നെ, ക്വാളിറ്റി നല്ലതാണ് എങ്കിൽ കൂടുതൽ ഓഡിയൻസ് കിട്ടുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. പക്ഷേ അതൊരു നെസസിറ്റി അല്ല. കാരണം ക്വാളിറ്റി, കണ്ടന്റിന്റെ ക്വാളിറ്റി നല്ലതാണ് എങ്കിൽ പ്രൊഡക്ഷൻ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞു നിന്നാൽ പോലും ആൾക്കാർ വീഡിയോസ് കാണാനും വീഡിയോസ് നന്നായി പെർഫോം ചെയ്യാനുള്ള ചാൻസസും കൂടുതലാണ്. എന്റെ കേസ് തന്നെ പറയുകയാണെങ്കിൽ ഞാനിപ്പോൾ ഓൾമോസ്റ്റ് 55 വീഡിയോസ് ഓൾറെഡി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഈ വീഡിയോസ് എല്ലാം തന്നെ എന്റെ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ കൊണ്ടാണ് ഞാൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കണ്ടന്റ് നല്ലതാണെങ്കിൽ കണ്ടന്റ് ഇസ് ഓൾവേസ് കിങ് എന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. എന്റെ എക്സാമ്പിൾ ഒന്നും നോക്കേണ്ട ആവശ്യം പോലുമില്ല. ഭുവൻ ബാം എന്ന യൂട്യൂബറിനെ, നോർത്ത് ഇന്ത്യൻ ഹിന്ദി യൂട്യൂബറിനെ എല്ലാവരും അറിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 10 മില്യൺ, 1 കോടി സബ്സ്ക്രൈബേഴ്സ് ക്രോസ് ചെയ്യുന്ന ആദ്യത്തെ ഇൻഡിവിജ്വൽ ഇന്ത്യൻ യൂട്യൂബറാണ് ഭുവൻ ബാം. പുള്ളി ഇപ്പോഴും പുള്ളിയുടെ മൊബൈൽ ഫോണിന്റെ ഫ്രണ്ട് ക്യാമറ വെച്ചിട്ട് ഇങ്ങനെ ഒരു എക്യുപ്മെന്റും ഇല്ലാതെയാണ് വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ കണ്ടന്റ് നല്ലതാണെങ്കിൽ, കണ്ടന്റിൽ ആക്ച്വലി ദം ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂട്യൂബിൽ ഗ്രോ ചെയ്യാൻ പറ്റും. ഈ ഗിയറും
സാധനങ്ങളുടെ ഒന്നും അത്യാവശ്യമില്ല. അത് ഇവഞ്ച്വലി നിങ്ങൾ നല്ല കണ്ടന്റ് കൊടുത്ത് ചാനൽ ഗ്രോ ചെയ്യുമ്പോൾ ഇവഞ്ച്വലി എല്ലാം വന്നിട്ട് നിങ്ങൾക്ക് ഇതൊക്കെ വാങ്ങാൻ പറ്റും എന്നുള്ളത് തീർച്ച തന്നെയാണ്. ഇന്ന് ഓൾമോസ്റ്റ് നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ തന്നെ സ്മാർട്ട് ഫോൺ എന്നൊരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ഉണ്ട്. അതിലെല്ലാം തന്നെ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ക്യാമറയും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് വെച്ച് തന്നെ നിങ്ങൾക്ക് വളരെ ഡീസെന്റ് ആയിട്ട് ഒരു ചാനൽ, നല്ല ക്വാളിറ്റി കണ്ടന്റ് കൊടുക്കാൻ പറ്റുന്ന ചാനൽ തുടങ്ങാൻ പറ്റുന്നതാണ്. അപ്പോൾ ടു ബിഗിൻ വിത്ത് എല്ലാവരും അങ്ങനെ തന്നെ തുടങ്ങണമെന്നും പിന്നീട് ചാനൽ പേസ് ചെയ്ത് മുന്നിലേക്ക് കയറി വരുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഗിയേഴ്സിലേക്കും പ്രൊഡക്ഷൻ ക്വാളിറ്റി കൂട്ടാനുള്ള സാധനങ്ങളിലും ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാവുന്നതുമാണ്. അതാണ് ഒരു ലോജിക്കൽ ആയിട്ടുള്ള ഒരു കാര്യം. ഈവൻ ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂവിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അതാണ് ലോജിക്കലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. രണ്ടാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത്, ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഡൗട്ട് ഉള്ളത്. യൂട്യൂബിലേക്ക് വരുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നവരുണ്ട് എങ്കിൽ നിങ്ങൾ എല്ലാവരും സ്ഥിരമായി കേൾക്കുന്ന ഒരു ചോദ്യമായിരിക്കും. അതായത് യൂട്യൂബിൽ നിന്ന് നിങ്ങൾ എത്ര കാശ് ഉണ്ടാക്കുന്നുണ്ട്, യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ള ഒരു ചോദ്യം. ഇതിനോട് എനിക്ക് പറയാനുള്ളത്, ഈ ക്യാമറക്ക് ഐ എം ഷുവർ നിങ്ങളിപ്പോൾ ഗൂഗിൾ ചെയ്തിട്ടുണ്ടാവും, 40,000 രൂപയാണ് ഉള്ളത്. ഞാൻ ചാനൽ തുടങ്ങി 3.5 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് വളരെ ഈസിലി ഈ ക്യാമറ യൂട്യൂബിൽ നിന്നുള്ള ഏർണിങ്സിൽ നിന്ന് തന്നെ എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റി. ഈ ഒരു 3.5-4 മാസത്തിനുള്ളിൽ തന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങിയതും അതിൽ 1000 സബ്സ്ക്രൈബേഴ്സായി 4000 വാച്ച് അവേഴ്സുമായി അത് മോണറ്റൈസ് ആവുകയും അതിനുശേഷം എനിക്ക് അത്ര ഏർണിങ്സ് ഉണ്ടാക്കാനും പറ്റി. ഇത് ഞാൻ സ്ട്രെസ് ചെയ്ത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ ഏർണിങ്സ് അധികം ഇല്ല എന്നുള്ള രീതിയിൽ. ഇത് അത്ര വലിയ എമൗണ്ട് ഒന്നുമല്ല ഇത്, എന്നാൽ പോലും യൂട്യൂബിലേക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ, യൂട്യൂബിൽ നിന്നൊരു പാർട്ട് ടൈം ചെയ്തുകൊണ്ട് ഈ ഒരു എമൗണ്ട് ഒക്കെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ആഡഡ് ബെനിഫിറ്റ്, ഒരു എക്സ്ട്രാ ബെനിഫിറ്റ് ആയിട്ട് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായും സീരിയസ് ആയിട്ട് ചെയ്യുകയാണ് എങ്കിൽ ആക്ച്വലി യൂട്യൂബിൽ നിന്ന് ക്യാഷ് ഏൺ ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെ ഒരു വളരെ വലിയ ക്യാച്ച് ഉള്ളത്, എനിക്ക് ഏറ്റവും അധികം സ്ട്രെസ് ചെയ്യാൻ പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും കാശ് പ്രതീക്ഷിച്ചുകൊണ്ട് യൂട്യൂബിൽ വരരുത് എന്നുള്ളതാണ്. അതായത് പലരും ഞാനിന്ന് കാണുന്നുണ്ട്, സ്റ്റുഡൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ് ആണെങ്കിലും അവര് യൂട്യൂബിൽ നിന്ന് കാശ് ഉണ്ടാക്കാൻ എന്നുള്ള ഒരൊറ്റ മോട്ടീവ് കൊണ്ട് മാത്രം വീഡിയോസ് ചെയ്ത് തുടങ്ങുന്നത് ഞാൻ കാണുന്നുണ്ട്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പലപ്പോഴും ഫെയിലിയർ നേരിടാൻ സാധ്യതയുണ്ട്. കാരണം എന്റെ കേസ് തന്നെ നോക്കുകയാണെങ്കിൽ ഞാൻ ഒരിക്കലും ഏർണിങ്സ് പ്രതീക്ഷിച്ചിട്ടല്ല യൂട്യൂബിൽ വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. ഞാൻ മറ്റു വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളത് പോലെ സ്പോണ്ടേനിയസ്ലി ഒരു മൊമെന്റിൽ തോന്നി വീഡിയോ ചെയ്യാൻ, അങ്ങനെ വീഡിയോ ചെയ്ത് ഇട്ടതാണ്. അതിനുശേഷം ഗ്രോത്ത് ഉണ്ടായി. ഈവൻ മോണറ്റൈസ് ആയി കഴിഞ്ഞപ്പോൾ പോലും ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല ഈ ഒരു ലെവലിലുള്ള എമൗണ്ട് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അതിനുശേഷം നോക്കിയപ്പോഴാണ് ഇങ്ങനെ യൂട്യൂബിനെ സപ്പോർട്ട് ചെയ്യാനുള്ള സാധനങ്ങൾ വാങ്ങാനുള്ള ഇൻകം എങ്കിലും അതിൽ നിന്ന് വരുന്നു എന്ന് കാണുന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ വളരെ വളരെ സ്ട്രെസ് കൊടുത്ത് ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ സക്സസ് എങ്ങനെ നിങ്ങൾക്ക് കൈവരിക്കാം എന്നുള്ള വീഡിയോയിലും പറഞ്ഞ കാര്യമാണ്. നിങ്ങളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ട്, ആ ഇഷ്ടം കാരണം നിങ്ങൾ അതിനോട് ചെയ്യുക. നിങ്ങൾക്ക് അതിനോടുള്ള പാഷൻ കാരണം നിങ്ങൾ ആ കാര്യം ചെയ്യുക. അങ്ങനെ നിങ്ങളൊരു കാര്യം അത്ര അധികം ഇഷ്ടത്തോടു കൂടി ചെയ്യുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എക്സൽ ചെയ്യാൻ പറ്റും. ആ കാര്യത്തിൽ നിങ്ങൾ എക്സൽ ചെയ്യുകയാണെങ്കിൽ, ബെസ്റ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായും സക്സസും മണിയും എല്ലാം ഫോളോ ചെയ്യും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ യൂട്യൂബിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് പാഷനുള്ള കാര്യം നിങ്ങൾ ഐഡന്റിഫൈ ചെയ്ത് അതിൽ നിങ്ങൾ വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള കണ്ടന്റ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ പറ്റും. മൂന്നാമത്തെ കാര്യം, ഇതൊരു ജനറൽ ബിസിനസ് ടിപ്പാണ്. ഇത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പലരും ബിസിനസ്സിൽ നിന്ന് ഏർണിങ്സ് വരുമ്പോൾ അത് സ്വന്തം ആവശ്യത്തിലേക്ക് എടുക്കുകയും അത് കമ്പനിയിൽ നിന്ന് റിമൂവ് ചെയ്തിട്ട് മറ്റു പല ആവശ്യങ്ങളിലേക്ക് ഡിപ്ലോയ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ എങ്ങനെ നമ്മുടെ ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കാര്യമാണ്. കാരണം ഞാൻ ഇവിടെ പറഞ്ഞതുപോലെ വലിയ എമൗണ്ട് അല്ലെങ്കിലും ഈ ഒരു എമൗണ്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടിയപ്പോൾ ഞാൻ അതുപോലെ തന്നെ തിരിച്ച് യൂട്യൂബിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എന്റെ യൂട്യൂബ് ചാനൽ, നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിനെ ഞാനൊരു ഇൻഡിപെൻഡന്റ് എൻറ്റിറ്റി ആയിട്ടാണ് കാണുന്നത്. അതിൽ നിന്ന് ജനറേറ്റ് ആകുന്ന എമൗണ്ട് അത് അതിന്റെ എമൗണ്ട് ആണ്. എനിക്ക് ഈസിലി യൂട്യൂബിൽ നിന്ന് വന്ന ഈ ഒരു എമൗണ്ട് എടുത്തിട്ട് എന്റെ എന്തെങ്കിലും പേഴ്സണൽ വാണ്ട്സിലേക്ക്, എനിക്ക് ആവശ്യമുള്ള എന്തെങ്കിലും ഒരു ലക്ഷറി ഗുഡിലേക്ക് എനിക്ക് ഉപയോഗിക്കാമായിരുന്നു. എന്റെ ഒരു കാറിന് ഒരു പുതിയ ആക്സസറി വെക്കാമായിരുന്നു, അല്ലെങ്കിൽ മൊബൈലിന് എന്തെങ്കിലും വാങ്ങാമായിരുന്നു. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എനിക്ക് ഒരു പേഴ്സണൽ ആവശ്യത്തിന് എനിക്ക് അത് ഉപയോഗിക്കാമായിരുന്നു. പക്ഷെ ഞാനത് ചെയ്യാതെ ഞാൻ യൂട്യൂബിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. കാരണം എനിക്കറിയാം, നമ്മൾ കണ്ടന്റ് പ്രൊഡക്ഷൻ ക്വാളിറ്റി ബെറ്റർ ആക്കുകയാണെങ്കിൽ തീർച്ചയായും ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുമെന്നും നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ബെറ്റർ ആക്കാൻ പറ്റുമെന്നും എനിക്ക് അറിയാമായിരുന്നു. അപ്പോൾ അങ്ങനെ യൂട്യൂബിലേക്ക് തന്നെ, യൂട്യൂബിൽ നിന്ന് വന്ന എമൗണ്ടിനെ ഞാൻ റീഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. നമ്മൾ ബിസിനസ് നടത്തുമ്പോഴും ആക്ച്വലി നമ്മൾ ഇത് ചെയ്യേണ്ടതാണ്. തുടക്കത്തിൽ ഒരു ഫേസിൽ അതിൽ നിന്ന് ഉണ്ടാകുന്ന ഒരു എമൗണ്ടിനെ, നമ്മുടെ ബേസിക് നെസസിറ്റീസ് കഴിയുകയാണെങ്കിൽ ബാക്കി എമൗണ്ടിനെ എപ്പോഴും ബിസിനസ്സിലേക്ക് റീഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിന്റെ ഗ്രോത്തിലാണ് നമ്മൾ മാക്സിമം സ്ട്രെസ്സും നമ്മൾ ഫോക്കസും കൊടുക്കേണ്ടത്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ പറയുകയായിരുന്നു ഈ വീഡിയോ കൊണ്ട് മേജർലി ഉദ്ദേശിച്ചത്. അധികം നീണ്ടുപോയില്ല എന്ന്
ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ട്രാവൽ ചെയ്യുന്നത് കൊണ്ടാണ് ബാക്കി നോർമൽ റെഗുലർ വീഡിയോസ് വരാതെ. തീർച്ചയായും നമ്മൾ തിരിച്ച് ട്രാക്കിലേക്ക് ഉടനെ തന്നെ എത്തുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കണ്ടന്റിന്റെ ക്വാളിറ്റിയെ പറ്റി പറയുന്നുണ്ടായിരുന്നു, നല്ല കണ്ടന്റ് തരണം എന്നുള്ളതിനെ പറ്റി ഘോര പ്രസംഗിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ DSLR വന്നിട്ടുണ്ട്, നമ്മുടെ പ്രൊഡക്ഷൻ ക്വാളിറ്റി ബെറ്റർ ആയിട്ടുണ്ട്. അപ്പോൾ അതിനോടൊപ്പം തന്നെ നമ്മുടെ കണ്ടന്റിന്റെ ക്വാളിറ്റിയും ബെറ്റർ ആകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. തീർച്ചയായും കുറെ അധികം കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. കുറെ ഔട്ട്ഡോർ പോയിട്ട് പലരെയും മീറ്റ് ചെയ്യാനും കുറെ കൂടി ഇമേഴ്സീവ് ആയിട്ടുള്ള കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. തീർച്ചയായും ചാനൽ ഉടനെ തന്നെ വരുന്നതായിരിക്കും. മാത്രമല്ല, ഞാൻ പറഞ്ഞതുപോലെ ഇപ്പോൾ ഞാൻ ദുബൈയിലാണ് ഉള്ളത്. അപ്പോൾ ഞാനൊരു കാര്യം പ്ലാൻ ചെയ്യുന്നത്, ഞാൻ പുറത്ത് ട്രാവൽ ചെയ്യുമ്പോൾ ഒരു പുതിയ പേഴ്സ്പെക്റ്റീവിൽ ഒരു വ്ലോഗ് സ്റ്റൈലിൽ വീഡിയോസ് ഉണ്ടാക്കാനുള്ള ഒരു പ്ലാൻ ഉണ്ട്. കംപ്ലീറ്റ്ലി എക്സ്പെരിമെന്റൽ ആണ്. എങ്ങനെ ടേൺ ഔട്ട് ആവുമെന്ന് യാതൊരു ഐഡിയയും ഇല്ല. അങ്ങനെ വീഡിയോസ് കാണണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഒരു പോള് കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ പോള് ചെയ്ത് അറിയിക്കുക. ഒരു എക്സ്പെരിമെന്റൽ ബേസിൽ ഞാൻ വീഡിയോ ചെയ്ത് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒന്ന് ഇട്ട് നോക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ആ ഒരു മോഡൽ കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിച്ചത്. മുന്നിലേക്കും അത് ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മാക്സിമം യൂട്യൂബ് ചെയ്യുന്നവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കുക. അവർക്കൊരു മോട്ടിവേഷൻ ആയിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് എന്ത് തന്നെ പറയാനുണ്ടെങ്കിലും അത് താഴെ ചെന്ന് കമന്റ് ചെയ്യുക. ചാനലിലേക്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും വൈകിക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള കണ്ടന്റ് റെഗുലർലി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ വീഡിയോ കണ്ടതിന് വളരെയധികം നന്ദിയുണ്ട്. അടുത്ത തവണ കാണുന്നത് വരെ നന്ദി, നമസ്കാരം.